പൂക്കോട് സർവകലാശാലയിൽ സിദ്ധാർത്ഥിനെ കൊന്നു കെട്ടിത്തൂക്കിയെന്ന വാദത്തിന് ബലമേകി ഡീൻ MK നാരായണന്റെ വെളിപ്പെടുത്തലുകൾ. സിദ്ധാർത്ഥന് ചികിത്സ ഉറപ്പാക്കിയെന്ന കോളേജിലെ ചിലരുടെ വാദമാണ് ഡീൻ പൊളിക്കുന്നത്. ആത്മഹത്യാ ശ്രമത്തിന്റെ വിവരം ആദ്യം അറിയിച്ചത് അസിസ്റ്റന്റ് വാർഡനാണ്. ഉടനെ തന്നെ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമം നടത്തി. സിദ്ധാർത്ഥിനെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിയപ്പോൾ മരണം സ്ഥിരീകരിച്ചുവെന്നും ഡീൻ പറയുന്നുണ്ട്. അതായത് ആംബുലൻസിൽ കയറ്റുമ്പോഴും സിദ്ധാർത്ഥിന് ജീവനുണ്ടായിരുന്നില്ലെന്ന് വേണം കരുതാൻ. അതിനിടെയാണ് സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നുവെന്ന സഹപാഠിയുടെ ഓഡിയോയും പുറത്തു വന്നത്. വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഡീൻ MK നാരായണൻ തന്നെ രംഗത്ത് വന്നിരുന്നു. തനിക്ക് ഹോസ്റ്റലുമായി നേരിട്ട് ബന്ധമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഡീനിന്റെ ജോലി സെക്യൂരിറ്റി സർവീസ് അല്ല. എല്ലാ ദിവസവും ക്യാമ്പസിൽ പോയി നോക്കാൻ കഴിയില്ല. സർവകലാശാല ചുമതലയാണ് തനിക്കുള്ളത്. സിദ്ധാർത്ഥിന്റെ മരണം യഥാസമയം ബന്ധുക്കളെ അറിയിച്ചു. മരണം സ്ഥിരീകരിച്ച് 10 മിനിറ്റിനുള്ളിൽ തന്നെ ബന്ധുക്കളെ അറിയിച്ചിരുന്നു. കൂടെയുണ്ടായിരുന്ന PG വിദ്യാർത്ഥിയാണ് വിവരം അറിയിച്ചതെന്നും ഡീൻ പറഞ്ഞു. ഇതിനൊപ്പമാണ് ആശുപത്രിയിൽ എത്തിച്ചത് മൃതദേഹമാണെന്ന ഡീനിന്റെ വെളിപ്പെടുത്തലും എത്തുന്നത്. കൊലപാതകത്തിന്റെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് സിദ്ധാർത്ഥിനെ കെട്ടഴിച്ച് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് സാരം. സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നുവെന്നാണ് ഓഡിയോ. ഹീനമായി പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിക്കൊന്നു. ബെൽറ്റ് കൊണ്ടാണ് തല്ലിയത്. അത് തല്ലിക്കൊന്നത് തന്നെയാണ്. അവൻ്റെ ബാച്ചിലുള്ളവർക്കും പങ്കുണ്ട്. പുറത്ത് മാന്യന്മാരായി നയിക്കുന്നവർക്കും ഈ കൊലയിൽ പങ്കുണ്ട്. കൂട്ടുകാർ എല്ലാവരും ചേർന്ന് കൊല്ലിപ്പിച്ചതാണെന്നാണ് ഓഡിയോയിലെ വെളിപ്പെടുത്തൽ. വീട്ടുകാർക്കാണ് സുഹൃത്തിൻ്റെ ഓഡിയോ സന്ദേശം നൽകിയത്. ഈ ഓഡിയോയാണ് പുറത്തു വന്നത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇതിലുള്ളത്. അതീവ വിഷമത്തിലാണ് കുട്ടിയുടെ പ്രതികരണം. കഴുകന്മാരെക്കാൾ മോശക്കാരാണ് ഇതെല്ലാം ചെയ്തതെന്നും ഓഡിയോയിൽ പറയുന്നുണ്ട്. തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയെന്ന വാദം ശരിവയ്ക്കുന്ന വാദമാണ് ഇപ്പോൾ ഡീനും വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചത്. നേരത്തെ സിദ്ധാർത്ഥൻ എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാമെന്ന വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നിരുന്നു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്ത് തുടരുകയാണ്. പ്രതികളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുത്തിയും കൂട്ടായും ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രതികളായ വിദ്യാർത്ഥികളെ ഉടൻ തന്നെ ക്യാമ്പസിലെത്തിച്ചും പോലീസ് തെളിവെടുപ്പ് നടത്തും. പ്രതികളായ 18 വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മർദ്ദനം, തടഞ്ഞുവയ്ക്കൽ, ആത്മഹത്യാ പ്രേരണ എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ. പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തുന്നതും പോലീസ് ആലോചിക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ച വ്യക്തമായ തെളിവ് പോലീസിന് ലഭിച്ചതായാണ് സൂചന. എന്നാൽ കൊലക്കുറ്റം ചുമത്തിയിട്ടില്ല. കൊലപാതക ശ്രമം പോലുമില്ല. അതിക്രൂര മർദ്ദനത്തിന് കൊലപാതക ശ്രമത്തിന് കേസെടുക്കേണ്ടതാണ്. സിദ്ധാർത്ഥനെ 4 ഇടത്ത് വെച്ച് പ്രതികൾ മർദ്ദിച്ചതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. മർദ്ദനവിവരം പുറത്ത് ആരും അറിയാതിരിക്കാനായി സിദ്ധാർത്ഥന്റെ ഫോൺ പ്രതികൾ പിടിച്ചു വെച്ചിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. 16-ാം തീയതി ഉച്ചയോടെയാണ് വീട്ടുകാർ സിദ്ധാർത്ഥനെ ഫോണിൽ ബന്ധപ്പെടുന്നത്. പിന്നീട് പലതവണ വിളിച്ചുവെങ്കിലും കിട്ടിയില്ല. 17-നും ഫോണിൽ കിട്ടിയില്ല. സഹപാഠികളിൽ ഒരാളെ വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നും സിദ്ധാർത്ഥൻ കിടക്കുകയാണെന്ന് പറഞ്ഞു. ഈ സമയത്തെല്ലാം സിദ്ധാർത്ഥന്റെ ഫോൺ പ്രതികളുടെ കയ്യിലായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പിറ്റേന്ന് വീണ്ടും മർദ്ദിച്ചു. അന്ന് പ്രതികൾ ഫോൺ കൈമാറി. തുടർന്ന് ഫോണിൽ അമ്മയോട് 24-ന് വീട്ടിലെത്തുമെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു. പിന്നീട് കേൾക്കുന്നത് മരണവാർത്തയാണ്. 18-ന് രാവിലെ സിദ്ധാർത്ഥന് വലിയ കുഴപ്പങ്ങളില്ല എന്ന് വിലയിരുത്തിയ സംഘം ഉച്ചയ്ക്കും മർദ്ദിക്കുകയായിരുന്നു. ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഉടനെ സിദ്ധാർത്ഥന്റെ മൃതദേഹം പോലീസ് എത്തുന്നതിന് മുൻപ് പ്രതികളുടെ നേതൃത്വത്തിലാണ് അഴിച്ചെടുത്തത്. ആരോടും പറയരുതെന്ന് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പോലീസ് പറയുന്നുണ്ട്. കോളേജിലെ പെൺകുട്ടിയുടെ ബന്ധുക്കളും മർദ്ദിക്കാനെത്തിയെന്ന ആരോപണവും ശക്തമാണ്.